വലിയ അപകടം ഉണ്ടാക്കുന്ന മരങ്ങളാണ്. പഞ്ചായത്ത് കഴിഞ്ഞ 2 വർഷം മുമ്പേ മരം മുറിക്കാൻ വേണ്ടി ഓർഡർ ഇറക്കിയതാണ്. അവരത് ഇല്ലാത്ത കേസിൻ്റെ പേര് പറഞ്ഞ് മരങ്ങളൊന്നും വെട്ടുന്നില്ല. ഇപ്പോൾ എൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിലേക്കാണ് ഈ മരങ്ങളെല്ലാം ചാഞ്ഞു കിടന്നിരിക്കുന്നത്. ഇപ്പോൾ തൊട്ട് മുമ്പേ, അതായത് ഇന്ന് 10 മിനിറ്റ് മുമ്പ് വന്ന വലിയൊരു കാറ്റിൽ വലിയൊരു കുറുക്കട്ടി മരം അതുതാ ഇങ്ങനെ വന്ന് കാറ്റിന് പൊട്ടി വീണിരിക്കുകയാണ്. വീഴുന്നതിന് തൊട്ട് മുമ്പ് വരെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്കായിരുന്നു. പക്ഷേ എന്തോ ദൈവം കാത്തു, അത് തിരിച്ച് സ്വകാര്യ വ്യക്തിയുടെ വളപ്പിലേക്ക് തന്നെ വീണ് 2 മരങ്ങൾ, ഒന്നുമല്ല, ഒരു ചെറിയ മരം ഒരു വലിയ മരവും വീണ് തൽക്കാലത്ത് രക്ഷപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇനിയുമുള്ള കാറ്റുകൾക്ക് വലിയ മരങ്ങൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാവിൻ്റെയൊക്കെ കാണുന്നത് പ്ലാവാണ്. ആ പ്ലാവിൻ്റെ ചക്കയൊക്കെ വീണ് കിടക്കുന്നത് എൻ്റെ ഷോപ്പിൻ്റെ മറ്റൊരു വശത്തേക്കാണ്. അത്രയും മേലേക്ക് ഇതിൻ്റെ വലിയ ഏലുകളുണ്ട്. വൻ ദുരന്തമാണ് ഇനിയും വരാൻ പോകുന്നത്. നാട്ടുകാർ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മരങ്ങൾ മുറിച്ചു മാറ്റി എൻ്റെ കെട്ടിടവും ഇവിടെ വർക്ക് ചെയ്യുന്ന ഞാനടക്കമുള്ള എൻ്റെ കോവർക്കേഴ്സിൻ്റെയും ലൈഫിന് ഗ്യാരണ്ടി തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോ പരമാവധി എല്ലാവരും ഷെയർ ചെയ്യണം. കാരണം ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ അഹങ്കാരമാണ്, നിയമത്തോടുള്ള വെല്ലുവിളിയാണ്. ഇവിടെ ഇങ്ങനത്തെ അവസ്ഥ കാണുമ്പോൾ ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ ഒറ്റക്കെട്ടായി ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ